FA കപ്പിന്റെ ക്വാർട്ടർ ഫൈനൽ കണ്ടവർക്കാർക്കും അവധ് ഡിയാലോയെ മറക്കാൻ കഴിയില്ല. നിശ്ചിത സമയവും അധിക സമയവും അവസാനിച്ച ശേഷം ഡിയാലോയുടെ വിജയ ഗോൾ പിറന്നു. ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ കിരീടത്തിന് മത്സരിക്കുന്ന ലിവർപൂൾ ഒറ്റ ഗോളിൽ കണ്ണീരണിഞ്ഞു. ഒരു ദിവസം മുഴുവൻ ഭക്ഷണം കഴിക്കാതിരുന്ന ശേഷമാണ് ഡിയാലോ കളത്തിലിറങ്ങിയത്. 85-ാം മിനിറ്റിൽ പകരക്കാരനായി ഡിയാലോ കളത്തിലെത്തി. 121-ാം മിനിറ്റിൽ ലിവർപൂളിന്റെ നെഞ്ച് തകർത്ത ഗോൾ പിറന്നു. പിന്നാലെ ഇതിഹാസ താരം ലയണൽ മെസ്സിയെ അനുകരിച്ച് ഷർട്ടൂരി ആഘോഷം. ഇതിന് റഫറി മഞ്ഞക്കാർഡ് ഡിയാലോയുടെ നേരെ ഉയർത്തി. മത്സരത്തിലെ 2ാം മഞ്ഞക്കാർഡ് ലഭിച്ച താരം സ്റ്റേഡിയത്തിന് പുറത്തേക്ക് മടങ്ങി. പക്ഷേ അപ്പോഴേക്കും മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ചരിത്രത്തിലെ എക്കാലത്തെയും മികച്ച വിജയം ഉറപ്പിച്ചിരുന്നു. എങ്കിലും ഒഴിഞ്ഞ വയറുമായി ഫുട്ബോൾ തട്ടിയ താരത്തിനെതിരെ ചോദ്യങ്ങൾ ഉയർന്നു. ഇപ്പോഴത്തെ ഡിയാലോയുടെ മറുപടിയും വന്നിരിക്കുന്നു. പുണ്യ റമദാനിൽ നോമ്പെടുക്കുന്നതിൽ താൻ ഏറെ സന്തോഷവാനാണ്. അത് ദൈവത്തിനു വേണ്ടി ചെയ്യുന്നതാണ്. ഭക്ഷണം കഴിക്കാതിരിക്കുന്നതിൽ തനിക്ക് ഒരു പ്രയാസവുമില്ലെന്ന് താരം പ്രതികരിച്ചു. 21-കാരനായ ഡിയാലോ തൻ്റെ ഫുട്ബോൾ ജീവിതത്തിന് തുടക്കം കുറിച്ചതേയുള്ളൂ. ഐവറി കോസ്റ്റുകാരനായ താരം 2019 ഇറ്റാലിയൻ ഫുട്ബോൾ ക്ലബ് അറ്റ്ലാന്റ BCയിൽ പ്രൊഫഷണൽ കരിയറിന് തുടക്കം കുറിച്ചു. 17-ാം വയസ്സിൽ ഇറ്റാലിയൻ ഫുട്ബോൾ ലീഗിൽ ഗോൾ നേടുന്ന പ്രായം കുറഞ്ഞ താരമായി. 170 കോടി രൂപയ്ക്ക് താരത്തെ യുണൈറ്റഡ് സ്വന്തമാക്കി. സ്കോട്ട്ലാൻഡിൽ റേഞ്ചേഴ്സ് FCയിലും പിന്നെ ഇംഗ്ലണ്ടിലെ സണ്ടർലാൻഡ് FCയിലും ലോണിൽ വിട്ടു. ഒടുവിൽ 2023 മാഞ്ചസ്റ്റർ യുണൈറ്റഡിൽ മടങ്ങിയെത്തി. മാഞ്ചസ്റ്റർ യുണൈറ്റഡ് നിരയിലെ സ്ഥിര സാന്നിധ്യമായിട്ടില്ലെങ്കിലും ഫുട്ബോൾ ലോകത്തിന്റെ ശ്രദ്ധ നേടാൻ ഈ യുവതാരത്തിന് ഇതിനോടകം കഴിഞ്ഞു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി സ്പോർട്സ് കഫേ പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.